അപ്പോൾ എന്താ പരിപാടി, ഞാൻ ദേ രാവിലെ തന്നെ എണീറ്റ് കിച്ചണിൽ വന്നിട്ടുണ്ട്. വേഗം ദേ അരി അടുപ്പത്തിട്ടു. എന്നത്തെയും പോലെ ഇന്നലെ ഉണ്ടായിരുന്ന കറിയൊക്കെ ദേ തിളപ്പിച്ചു വിട്ടി. പിന്നെ ദേ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം നോക്കിയത് ദേ നമ്മൾ റാഗി അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ നോക്കിയത്, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീട്രൂട്ട് കൊണ്ടാട്ടോ തോരൻ ഉണ്ടാക്കണം. അത് വേഗം ചോപ്പറിൽ ചോപ്പ് ചെയ്തു, കൂടെ ഒരു ഉള്ളിയും ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് വേഗം ദേ അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പത്തിനൊന്നും ഇല്ലല്ലോ കറി എന്ന് ഓർത്തു. അപ്പോൾ മുട്ടയില്ല. അപ്പോൾ മുട്ടയുടെ ചാറുണ്ടാക്കില്ലേ നമ്മൾ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതേ വേഗം ഇപ്പുറത്തെ അടുപ്പിൽ മുട്ടച്ചാറുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് മുട്ടച്ചാറുണ്ടാക്കില്ലേ, മുട്ടയില്ല എന്ന് മാത്രം, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ദേ ഇതാട്ടാ മുട്ടച്ചാറ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വേഗം അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പിന്നെ അതേ മിറ്റടിക്കാൻ പോയി. എൻ്റെ മകൻ എന്നിട്ടാണ് പൂക്കളൊക്കെ ഇട്ടത് അപ്പനെ നശിപ്പിച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി കിടന്ന അവശിഷ്ടങ്ങളൊക്കെ വാരിക്കളഞ്ഞ് വേഗം മിറ്റടിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ എല്ലാം വേഗം വേഗം ചെയ്ത് തീർത്താൽ അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. എന്നിട്ട് വേഗം മിറ്റടിച്ച് അവസാനിപ്പിച്ച് ഞാൻ വേഗം ദേ വന്ന് റാഗിയപ്പം ഉണ്ടാക്കിയിട്ടാണ്. നല്ല അടിപൊളി അപ്പമാണ്. നമ്മൾ ഈസ്റ്റോ അതുപോലെ സോഡാപ്പൊടിയോ ഒന്നും ഉപയോഗിക്കണം. നോക്കി അതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ട. എന്നിട്ട് അവസാനം ചുട്ട് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഇച്ചിരി എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി, എണ്ണയോ നെയ്യോ എന്തെങ്കിലും. അപ്പോൾ ദേ ചാറൊക്കെ ഇട്ട് ചേട്ടായിക്ക് കൊടുത്തു. അപ്പോൾ ദേ മോന് ഇഷ്ടമായി. അവൻ പറയണ കേട്ടാ സൂപ്പറെന്ന്. കൈ കൊണ്ട് ശരിക്കും ആവുമൊന്നുമില്ല അങ്ങനെ. എന്നിട്ട് വേഗം ദേ ചോറാക്കി, ചേട്ടായിക്ക് ഇതേ മീൻ കറിയാക്കി, ബീട്രൂട്ട് തോരനും ആക്കി. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഞാൻ ദേ ഇലയൊക്കെ പറിച്ച് പൂ പറിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് പുറത്തിറങ്ങി പൂ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് നമ്മൾ ദേ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പൂക്കളിടാൻ പോവാണ്. നമ്മുടെ മുറ്റത്തുനിന്ന് നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ കൂർക്കയുടെ കുറച്ച് ഇലയും കൂടി പറിച്ചിട്ടുണ്ട് കേട്ടോ, വെറൈറ്റിക്ക് ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും പൂക്കൾ വെച്ചിട്ട് ഞാൻ ദേ പൂക്കളിടാൻ പോവാണ്. ഇതാണ് എൻ്റെ പൂക്കളം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.